പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ജനുവരി 2026 ആനുകാലിക വിവരങ്ങളാണ് നോക്കുന്നത്. ഈ ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ്. ജനുവരി 2nd വീക്കിലെയും 3rd വീക്കിലെയൊക്കെ ആനുകാലിക വിവരങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവെക്കണം, ലൈക്ക് ചെയ്യണം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അതേപോലെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻസ് രേഖപ്പെടുത്തണം. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ വിമർശകനാണ് EP രാജഗോപാലനാണ്. EP രാജഗോപാലനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ വിമർശകനാണ് ആര്? EP രാജഗോപാലൻ. അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിന്, അപ്പോൾ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥം ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും EP രാജഗോപാലന്റേതാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ വിമർശകനാണ് EP രാജഗോപാലൻ. ഓക്കെ അല്ലേ? അപ്പോൾ EP രാജഗോപാലന്റെ നമ്മൾ പറഞ്ഞു 2025 ഓടക്കുഴൽ പുരസ്കാരം അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന് പറയുന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ലഭിച്ചതെന്നുള്ളത്. അതുപോലെ തന്നെ 2006 ഓർത്തിരിക്കണം, പ്രസ്താവന തരത്തിൽ ഉൾപ്പെടാം. കവിതയുടെ ഗ്രാമങ്ങൾ എന്ന കൃതിക്ക് ഇദ്ദേഹത്തിന്റെ ആരുടെയാണ്? EP രാജഗോപാലന്റെ എന്താണ്? കവിതയുടെ ഗ്രാമങ്ങൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2006 കവിതയുടെ ഗ്രാമങ്ങൾ എന്ന കൃതിക്കാണ് EP രാജഗോപാലന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അറിഞ്ഞിരിക്കണം. ഉൾക്കഥ, കവിതയുടെ ഗ്രാമങ്ങൾ, മിണ്ടാട്ടങ്ങൾ, കേരളത്തിലെ ചുവർചിത്രങ്ങൾ, കേളു എന്ന് പറയുന്ന ഒരു നാടകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ പൂവും മരവും പൂരവും, വായനക്കാരൻ MD തുടങ്ങിയ 40ലധികം പുസ്തകങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഉൾക്കഥ, കവിതയുടെ ഗ്രാമങ്ങൾ, മിണ്ടാട്ടങ്ങൾ, കേരളത്തിലെ ചുമർചിത്രങ്ങൾ, കേളു എന്ന നാടകം, അതുപോലെ തന്നെ പൂവും മരവും പൂരവും, വായനക്കാരൻ MD. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് പ്രസ്താവന തരത്തിൽ ഒരു പക്ഷേ ഉൾപ്പെടാം. ഇനി അടുത്ത ഇതിലേക്ക് പോകണം. അതിന് തൊട്ട് മുമ്പ് നിങ്ങളോട് ചോദിച്ചോട്ടെ, 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാടെ? നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഗോപ എന്ന നോവലിനാണ് ലഭിച്ചത് എന്നുള്ളത്. അത് രചിച്ചത് ആരാടെ? നിങ്ങൾക്കറിയാം ആരാണ്? അരവിന്ദാക്ഷൻ. K അരവിന്ദാക്ഷനാണ് ഗോപ എന്ന നോവൽ രചിച്ചത്. ആ ഗോപ എന്ന നോവലാണ് 2024 ഓടക്കുഴൽ അവാർഡിന് അർഹമായത്. ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ അദ്ദേഹത്തിന്റെ പത്നിയായ യശോധര ചോദ്യം ചെയ്യുന്നതാണ് ഈ ഗോപ എന്ന് പറയുന്ന കൃതിയുടെ പ്രമേയം എന്ന് പറയുന്നത് അല്ലേ? ഈ ഓടക്കുഴൽ അവാർഡ് എന്റെ സമ്മാനം എന്താണ്? 30,000 രൂപയും, എത്രയാണ്? 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഏത്? ഓടക്കുഴൽ അവാർഡ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണിത് സമ്മാനിക്കുന്നത്. ഓക്കെ അല്ലേ? സാധാരണ ഫെബ്രുവരി മാസത്തിലാണ് സമ്മാനിക്കാറുള്ളത്. ഫെബ്രുവരി 2-നൊക്കെയാണ് സമ്മാനിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ 2 പേരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്താണ് ഇവരുടെ പ്രത്യേകത? ഒന്ന് യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷയും, അതുപോലെ തന്നെ ഒന്ന് യൂറോപ്യൻ കൗൺസിലിന്റെ അധ്യക്ഷൻ. തിരിഞ്ഞു പോകരുത്. യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയായ ഉർസുല വാൻ ഡെ ലയന്റെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരുടെയാണ്? ഉർസുല വോൺ ഡെ ലയൻ. എന്താണ് പ്രത്യേകത? ഈ 2026 ഉർസുല വോൺ ഡെ ലയന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് പറഞ്ഞേ. കാരണം 2026 റിപ്പബ്ലിക് ദിനത്തിൽ, നമ്മുടെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമാണ് മൺഡേ അല്ലേ? ഈ വരുന്ന മൺഡേയിൽ ആ റിപ്പബ്ലിക് ദിനത്തിൽ എന്താണ് പ്രത്യേകത? ആ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക അതിഥികളായി എത്തുന്നതിൽ ഒന്ന് യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെ ലയനും, അതുപോലെ തന്നെ യൂറോപ്യൻ കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? അന്റോണിയോ കോസ്റ്റ. അവർ രണ്ടുപേരുടെയും ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എക്സാമിന് ഇത് ചോദിക്കും. 2026 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക അതിഥികളായി എത്തുന്നത് ഉർസുല വോൺ ഡെ ലയനും
ആ ഉർസുല വോൺ ഡെ ലയൻ എന്ന് പറയുന്ന യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയാണ്. അതുപോലെ അന്റോണിയോ കോസ്റ്റയാണ് യൂറോപ്യൻ കൗൺസിലിന്റെ അധ്യക്ഷൻ. തിരിഞ്ഞുപോലെ യൂറോപ്യൻ കൗൺസിലിന്റെ അധ്യക്ഷനാണ് അന്റോണിയോ കോസ്റ്റ. അതുപോലെ തന്നെ ഉർസുല വോൺ ഡെ ലയൻ എന്താണ്, യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷയും കൂടിയാണ്. ഓക്കെ അല്ലേടേ? ഇതിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു വസ്തുത, 2024 നമ്മൾ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ്. അങ്ങനെയും ചോദിക്കാം. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഔദ്യോഗിക അതിഥികളായി എത്തിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെത്താൻ പോകുന്നതേ ഉള്ളൂ. യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെ ലയനും അന്റോണിയോ കോസ്റ്റയാണ് യൂറോപ്യൻ കൗൺസിൽ അധ്യക്ഷൻ. ഓക്കെ അല്ലേ? എന്നാൽ നിങ്ങളോട് ചോദിക്കട്ടെ, 2025 ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി എത്തിയത് നമ്മൾ പഠിച്ചിട്ടതാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ ആയിരുന്നു. പ്രബോവോ സുബിയാന്തോ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് വയനാടത്തെ കൽപ്പറ്റ കോടതിയാണ്. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാക്കുന്ന നമ്മുടെ രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ്. അടുത്തത് ഓർത്തിരിക്കണം, കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരെ, കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ തിരികെ കൊണ്ടുവരാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് തിരികെ എന്നുള്ളത്. പ്രൊഫഷണലുകളെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരെ, അതായത് പ്രൊഫഷണലുകളെ തിരികെ കൊണ്ടുവരാൻ. അതിൽ തന്നെ ഉണ്ട് തിരികെ എന്നുള്ളത് അല്ലേ? നമുക്കറിയാം ദേശീയ യുവജന ദിനം ജനുവരി 12 ആണെന്നറിയാം. 2026 ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം സ്വയം ജ്വലിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക എന്നുള്ളത്. എന്താണ് സ്വയം ജ്വലിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക എന്നുള്ളത് 2026 ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയമാണ്. ഓക്കെ അല്ലേ? സ്വയം ജ്വലിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണ് 2026 ജനുവരി 12 ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം എന്നുള്ളത്. ആരുടെ ജന്മദിനമാണ് നമ്മൾ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്? നമുക്കറിയാം, ജനുവരി 12 ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ട് 1984 മുതലാണ് ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് 84 മുതൽ ആചരിക്കാനായിട്ട് തീരുമാനിക്കുകയും 1985 മുതലാണ് ഭാരതം എന്ത് ചെയ്ത് നമ്മുടെ ഇന്ത്യ ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കലായ് 11 എന്ന ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശാണ്. കലായ് 11 എന്ന ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ലോഹിത് നദിയിലാണ്, അരുണാചൽ പ്രദേശിലാണ്. ലോഹിത് നദിയിലാണ് കലായ് 11 എന്ന ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന. ഓക്കെ അല്ലേടേ? അതുപോലെ തന്നെ 2026 ജനുവരിയിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന 9ാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യ അതിഥിയാണ് സുനിത വില്യംസ്. നാസയിൽ നിന്നൊക്കെ വിരമിച്ചതൊക്കെ നിങ്ങൾ വായിച്ചു കാണും അല്ലെ? 2026 ജനുവരിയിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന 9ാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ KLF മുഖ്യ അതിഥിയാണ് ആര്? സുനിത വില്യംസ്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ 2025 ആഗോളതലത്തിൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയ മാസം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയ മാസം ഫെബ്രുവരിയാണ്. 2025 ആഗോളതലത്തിലാണ്, അതുകൂടി അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. അടുത്തത് സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ കനൽ എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണവും കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അടുത്തത് അത് കനൽ എന്നാണ് ആ പദ്ധതിയുടെ പേര്. അടുത്ത ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മിത ബുദ്ധി ചാറ്റ്, നമുക്കറിയാം ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക് എന്നുള്ളത്. ആ ഗ്രോക്ക് നിരോധിച്ച ആദ്യ രാജ്യങ്ങളാണ് മലേഷ്യയും ഇന്തോനേഷ്യയും. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക്. ഈ ഗ്രോക്ക് നിരോധിച്ച ആദ്യ രാജ്യങ്ങൾ മലേഷ്യയും ഇന്തോനേഷ്യയുമാണ്. അടുത്തത് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി കോവളമാണ്.
നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയുടെ വേദി കോവളം. അടുത്തത് 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനാണ് 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ആരാടെ പറഞ്ഞേ നിങ്ങൾക്കറിയാം? രാജസ്ഥാൻ മുഖ്യമന്ത്രി ആരാണ്? ഭജൻലാൽ ശർമ്മയാണ്, നിങ്ങൾക്കറിയാം. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് എക്സാമിന് ചോദിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് ആയി മാറുന്ന ജില്ലയാണ് അരുണാചൽ പ്രദേശിലെ കെഇ പന്യോർ ആണ്. എന്താണ്? കെഇ പന്യോർ ആണ് ഇന്ത്യയിലെ കെഇ പന്യോർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് ആയി മാറുന്നത്. അത് അരുണാചൽ പ്രദേശിലെ കെഇ പന്യോർ. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ആരാടെ നിങ്ങൾക്കറിയാം? പേമ ഖണ്ഡു ആണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി എന്നുള്ളത് നിങ്ങൾക്കറിയാം. അടുത്തത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞമാണ്. ഭവനത്തിലെത്തി കുഷ്ഠരോഗ നിർണയം നടത്തും. ആ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞത്തിന്റെ പേരാണ് അശ്വമേധം എന്നുള്ളത്. എന്താണ് അശ്വമേധം? ഓർത്തിരിക്കണം. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ നൈറ്റ് സഫാരി നിലവിൽ ആരംഭിക്കുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ നൈറ്റ് സഫാരി നിലവിൽ ആരംഭിക്കുന്നത്. അടുത്തത് ലോസ് ഏഞ്ചൽസിൽ നമുക്കറിയാം, ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തില് 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമയാണ് നമ്മുടെ മികച്ച മലയാള സിനിമയ്ക്കും മികച്ച നടനൊക്കെയുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഭ്രമയുഗം അല്ലെ, മികച്ച നടനുള്ള അവാർഡ്, മലയാള സിനിമയിലെ മികച്ച നടനുള്ള അവാർഡ് സംസ്ഥാന തലത്തിൽ കരസ്ഥമാക്കിയത് ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയാണെന്നറിയാം. ഈ ഭ്രമയുഗമാണ് ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമ ഭ്രമയുഗമാണ്. മികച്ച ചിത്രം നമുക്കറിയാം 2025 പ്രഖ്യാപിച്ച കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് 2024 സിനിമകളെ ആസ്പദമാക്കിയിട്ടുള്ളത്. അതിൽ മികച്ച ചിത്രമായത് നിങ്ങൾക്കറിയാം ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പോൾ മികച്ച നടനാണ് മമ്മൂട്ടി ആണ് മികച്ച നടൻ. ചിത്രം ഭ്രമയുഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ആരായിരുന്നു ഭ്രമയുഗത്തിന്റെ ഡയറക്ടർ? ആരായിരുന്നു സംവിധായകൻ? നിങ്ങൾക്കറിയാം, രാഹുൽ സദാശിവനാണ് ഭ്രമയുഗത്തിന്റെ സംവിധായകൻ എന്നുള്ളത് അല്ലെ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത്. അടുത്തത് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട പാർവതി അർഗ പക്ഷി സങ്കേതം. എന്താണ്? പാർവതി അർഗ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിക്കും എക്സാമിന്. ഉത്തർപ്രദേശാണ് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട പാർവതി അർഗ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അടുത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കിടി. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളിലും വീട്ടുപരിസരങ്ങളിലും കളിക്കൂട്ടം ഒരുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹം എന്നുള്ളത്. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളിലും വീട്ടുപരിസരങ്ങളിലും കളിക്കൂട്ടം ഒരുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹം. അടുത്തത് 2026 സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എക്സാമിന് ചോദിക്കും. 2026 സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആര്? NS മാധവൻ. നിങ്ങൾക്കറിയാം NS മാധവനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. 1948 എറണാകുളത്താണ് അദ്ദേഹം ജനിച്ചത്. 1975 ബാച്ച് IAS ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. അദ്ദേഹം കേരളത്തിലും ബീഹാറിലും ഒക്കെ വിവിധ വകുപ്പുകളിലൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1970 മാതൃഭൂമി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ നിന്നും 1ാം സമ്മാനം നേടിയ ശിശു എന്ന കഥയുണ്ട്. ഈ ശിശു എന്ന കഥയിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്ത് സാഹിത്യ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. നോവൽ ലത്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ കേട്ടില്ലേ? കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ രചിച്ച നോവലാണ്. ഏറെ ശ്രദ്ധിക്കപ്പെട്ട NS മാധവന്റെ നോവലാണ് ലത്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നുള്ളത്. അതേപോലെ അദ്ദേഹത്തിന്റെ ചെറുകഥകൾ നിങ്ങൾക്കറിയാം, ഹിക്കിട്ട, അതേപോലെ തിരുത്ത്,
ചൂളൈമേടിലെ ശവങ്ങൾ, വൻമരങ്ങൾ വീഴുമ്പോൾ. അടുത്തിടെ പുറത്തിറങ്ങിയ NS മാധവന്റെ ഒരു കൃതിയുണ്ട്, അറിഞ്ഞിരിക്കണം, എക്സാമിന് ഒരു പക്ഷേ ചോദിക്കാം. ഭീമച്ചൻ എന്നാണ്. എന്താണ് ഭീമച്ചൻ? എഴുതിയത് NS മാധവനാണ്, അതുകൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ 2024 കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? കേരള സർക്കാരിന്റെ ഈ പരമോന്നത സാഹിത്യ പുരസ്കാരമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2024 NS മാധവനാണ്. ഇപ്പോൾ 2026 നിയമസഭാ സാഹിത്യ പുരസ്കാരം കേരള നിയമസഭ ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ്. അതിന് തിരഞ്ഞെടുക്കപ്പെട്ടതും NS മാധവനെയാണ്. ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? അടുത്ത, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ്, അതായത് ഏഷ്യയിലെ എവറസ്റ്റ്, അതേപോലെ എൽബ്രഡ്, യൂറോപ്പിലെ എൽബ്രഡ്, അതേപോലെ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഏഷ്യയിലെ എവറസ്റ്റും യൂറോപ്പിലെ എൽബ്രഡും ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ എന്നിവ കീഴടക്കുന്ന ലോകത്തിലെ ഏക കാഴ്ചാപരിമിതിയുള്ള വനിത ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ചോൻസിൽ ആക്മോ ആണ്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ആരുടെ? സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. അത് നിങ്ങൾക്കറിയാം. ചോൻസിൽ ആക്മോയാണ് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ചോൻസിൽ ആക്മോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അതായത് എവറസ്റ്റ് ഏഷ്യയിലെയാണ്, എൽബ്രഡ് യൂറോപ്പിലെ, കിളിമഞ്ചാരോ ആഫ്രിക്ക. ഈ 3 പർവ്വതങ്ങളും കീഴടക്കുന്ന ലോകത്തിലെ ഏക കാഴ്ച പരിമിതിയുള്ള വനിതയാണ് ചോൻസിൽ ആക്മോ, ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ജനുവരി മാസത്തെ ആനുകാലിക വിവരങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.